റസൽമേനിയ 40 മെയിൻ ഇവന്റ് മാച്ച് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ, അത് കോഡി റോഡ്സ് വേഴ്സസ് റോമൻ റീഡ്സ് മാച്ച് തന്നെയാണ്. എന്തുകൊണ്ട് ഇതൊരു മെയിൻ ഇവന്റ് മാച്ച് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, റോമൻ റീഡ്സ് ഉള്ളപ്പോൾ അതായിരിക്കും മെയിൻ ഇവന്റ് മാച്ച്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് റോമൻ റീഡ്സ് ആണ് ഡബ്ല്യൂയുടെ പോസ്റ്റർ ബോയ്, അതുപോലെ തന്നെ കോഡി റോഡ്സ് ആണ് ഡബ്ല്യൂയുടെ നമ്പർ 1 ബേബി ഫേസ് ക്യാരക്ടർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ബേസിക് കാര്യം തന്നെ നോക്കിയാൽ മതി എന്തുകൊണ്ട് ഇതൊരു മെയിൻ ഇവന്റ് മാച്ച് ആയെന്ന്. എന്തായാലും അത് പറയാനല്ല നമ്മൾ ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. കോഡി റോഡ്സ് ഈ ഒരു മാച്ച് വിജയിക്കണോ വേണ്ടയോ അതുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് ഈ ഒരു വീഡിയോ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു രീതിയിൽ മാത്രം ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. എൻ്റെ അഭിപ്രായമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലും പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കോഡി റോഡ്സിൻ്റെ ഈ ഒരു ബേബി ഫേസ് ക്യാരക്ടർ ഭയങ്കരമായിട്ട് വെറുപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നി. ഈ ഒരു വെറുപ്പിക്കുന്ന ബേബി ഫേസ് ക്യാരക്ടർ വെച്ച് അദ്ദേഹം ഒരു ചാമ്പ്യൻഷിപ്പ് വിജയിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ഭയങ്കര ഓവർ പുഷ് പോലെ എനിക്ക് തോന്നി ഈ ഒരു കോഡി റോഡ്സിൻ്റെ ക്യാരക്ടർ. അപ്പോൾ നിങ്ങൾ ചോദിക്കും റോമൻ റീഡ്സ് എന്താ ഓവർ പുഷ് അല്ലേ, 3-4 വർഷമായില്ലേ അദ്ദേഹവും ചാമ്പ്യനായിട്ടെന്ന്. അതെ, റോമൻ റീഡ്സിനും ഓവർ പുഷ് തന്നെയാണ്. എങ്കിൽ പോലും അദ്ദേഹത്തിന് ഡബ്ല്യു കൊടുക്കുന്ന പുഷ് കാണാൻ നല്ല രസം തന്നെയാണ്. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ആ ഒരു ടൈറ്റിൽ റെയിനൊക്കെ ഒരു വർഷം കൊണ്ട് അദ്ദേഹം ചാമ്പ്യനായാലും പ്രത്യേകിച്ച് വലിയ പ്രശ്നമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ഒന്നാമത് ഒരു ഹീൽ ക്യാരക്ടറാണ്. സോ ഹീൽ ക്യാരക്ടറിന് ഓവർ പുഷ് കൊടുത്താലും ഒന്നാമത് അവർക്ക് ഹേറ്റാണ്. സോ ഓവർ പുഷ് കൊടുത്താലും പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. പിന്നെ റോമൻ റീഡ്സിൻ്റെ ആ ഒരു ക്യാരക്ടറും കാണാൻ നല്ല രസമുണ്ട്. കാരണം അദ്ദേഹം അത് ഉപയോഗിക്കുന്ന രീതിയും അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക മൈക്ക് സ്കില്ലൊക്കെ മാറിയ രീതിയും എനിക്കൊന്ന് ഈ ഒരു ട്രൈബൽ ചീഫ് ക്യാരക്ടറിലൂടെയാണ്. സോ ആ ഒരു ക്യാരക്ടറും അദ്ദേഹത്തിൻ്റെ ഈ ഒരു ടൈറ്റിൽ റെയിൻ കാണാനും നല്ല രസം തന്നെയുണ്ട്. നേരെ മറിച്ച് നിങ്ങൾ ബിഗ് ഡോഗ് എന്ന് പറയുന്ന ഒരു ബേബി ഫേസ് ക്യാരക്ടറിലേക്ക് പോയി നോക്കുക. ആ ഒരു ക്യാരക്ടറിൽ റോമൻ റീഡ്സിന് കിട്ടിയ ഹേറ്റ് എന്ന് പറയുന്നത് അന്യായ ഹേറ്റായിരുന്നു. കാരണം കുറേയധികം ഫാൻസ് അദ്ദേഹത്തിന് ആ ഒരു സമയത്തുണ്ടായിരുന്നു. ബട്ട് ഹേറ്റും അതുപോലെ തന്നെയാണ്. കുറേ ആളുകൾക്ക് അന്നേരം തന്നെ ഇഷ്ടമല്ലായിരുന്നു റോമൻ റീഡ്സ് ചാമ്പ്യൻ ആകുന്നതും അണ്ടർടേക്കറിനെയൊക്കെ പരാജയപ്പെടുത്തിയതും. കാരണം അത്ര ഒരു ഹേറ്റ് വന്ന സാഹചര്യത്തിലാണ് റോമൻ റീഡ്സിന് ഈ ഒരു ക്യാരക്ടർ സ്വിച്ച് നടത്തി ഈ ഒരു ട്രൈബൽ ചീഫ് എന്ന് പറയുന്ന ക്യാരക്ടറിലേക്ക് പോകുന്നത്. സോ അപ്പോൾ ഒരു ഹീൽ ക്യാരക്ടർ ആകുമ്പോൾ ഹേറ്റ് വന്നാലും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഫേസ് ക്യാരക്ടറിന് അങ്ങനെ ഒരു ഹേറ്റ് വരുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. ഇപ്പോഴത്തെ കോഡി റോഡ്സ് പറയുന്ന പല കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ക്രിഞ്ച് അടിക്കുന്ന പോലെ തോന്നും. അതായത് ഓവർ ബേബി ഫേസ് ക്യാരക്ടർ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അതായത് ചില സമയത്തൊക്കെ വെറുപ്പിക്കുന്നു, എന്നിട്ട് പോലും അതിന് ഹേറ്റീസ് വളരെയധികം കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് ഒരു വെറുപ്പിക്കുന്ന ക്യാരക്ടറും അതുപോലെ തന്നെ ഹേറ്റീസും വളരെയധികം കുറവ്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കൊരു വീഡിയോയും കിട്ടുന്നില്ല. എന്തായാലും ഈ ഒരു ക്യാരക്ടർ വെച്ചുകൊണ്ട് അദ്ദേഹം ഈ ഒരു ചാമ്പ്യൻഷിപ്പ് വിജയിക്കാൻ പാടില്ല. കാരണം അദ്ദേഹം ബ്രോക്ക് ലെസ്നറിനെ പരാജയപ്പെടുത്തി, സെത്ത് റോളിൻസിനെ പരാജയപ്പെടുത്തി, അതിൽ റോയൽ റംബിൾ വിജയിച്ചു. സോ ഇവിടെ അദ്ദേഹത്തിന് ടൈറ്റിൽ ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ റോമൻ റീഡ്സിനെ തന്നെ ചാമ്പ്യനാക്കി നടത്തുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. എന്തായാലും കോഡി റോഡ്സ് ഇപ്പോൾ ആ ഒരു ടൈറ്റിൽ വിജയിച്ചാലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹം ഇതുവരെ എനിക്കൊന്നും ഡബ്ല്യു വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഒന്നും വിജയിച്ചിട്ടില്ല. ബട്ട് സ്റ്റിൽ റോമൻ റീഡ്സ് തന്നെ മുന്നോട്ട് പോകണം, ആ ഒരു റെക്കോർഡ് തിറക്കണം. മോഡേൺ ഡേയിലെ ഏറ്റവും മികച്ച ചാമ്പ്യൻ റോമൻ റീഡ്സ് തന്നെ ആകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അങ്ങനെ പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരിക്കലും ഒരു റോമൻ റീഡ്സ് ഫാനല്ല. ഞാൻ എപ്പോഴും ഒരു ഷേമസിൻ്റെ ആരാധകനാണ്. ഒരു സമയത്ത് ആ ഒരു ബിഗ് ഡോഗ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനെ ഭയങ്കരമായിട്ട് ഹേറ്റ് ചെയ്തൊരു വ്യക്തിയാണ്. പക്ഷേ ഈ ഒരു ട്രൈബൽ ചീഫ് എന്ന് പറയുന്ന ക്യാരക്ടർ അത് വേറെ ലെവലൊരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയത്. അദ്ദേഹം ഈ ഒരു ചാമ്പ്യൻഷിപ്പ് റണ്ണ് എത്രത്തോളം നീളവും അത്രത്തോളം നീളായിട്ട് ഒരു കുഴപ്പമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ കോഡി റോഡ്സിൻ്റെ ഈ ഒരു ക്യാരക്ടർ വെച്ച്, അതായത് ഒരു ബേബി ഫേസ് ക്യാരക്ടർ വെച്ച് ഒരു ചാമ്പ്യൻഷിപ്പ് വിജയിക്കുന്നത് എത്രത്തോളം നല്ലൊരു കാര്യമാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിലും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.